ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ അപ്പത്തിനോടെ കഴിക്കാൻ പറ്റിയ എളുപ്പമൊരു കറി ഉണ്ടാക്കിയല്ലോ. ഇതിന് എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എളുപ്പം തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു കറിയാണ്. അതിനായിട്ട് 2 സവാള, ഒരു തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ചേരുവകൾ നമ്മൾ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി. കരിയാപ്പില, പിന്നെ നമ്മൾ 3 അല്ലി വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ നമുക്ക് നല്ലപോലെ ചിരകിയെടുക്കാം. അത് തേങ്ങയൊക്കെ ചിരകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഞ്ചി ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. എല്ലാവർക്കും ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ വെച്ചാണ് കറി ഉണ്ടാക്കുന്നത്. എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട. എണ്ണയൊന്നും യൂസ് ചെയ്താണ് നമ്മൾ ഇതൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. തേങ്ങ ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പെരിഞ്ജീരകവും കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് 3 അല്ലിയാണ് ചേർത്ത് കൊടുത്തത്. 3 അല്ലി അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി പിരിമുളകും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതിനായിട്ട് നമ്മൾ സവാള അരിഞ്ഞെടുക്കുകയാണ്. സവാളയൊക്കെ നമ്മൾ ഒരുമാതിരി കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ സവാളയെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. സവാള ഓരോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പച്ചമുളകൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ പച്ചമുളകും കാര്യങ്ങളും നമ്മൾ കീറി അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പച്ചമുളകും കാര്യങ്ങളും അരിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇഞ്ചി ചേർത്തില്ല യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ ഇഞ്ചി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഞങ്ങൾക്ക് പാചകത്തിലോട്ടങ്ങ് പോയാലോ. നമ്മൾ അടുപ്പിലോട്ട് ഇതിട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മളിത് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെള്ളവും കാര്യങ്ങളും നമ്മൾ ഒഴിച്ച് കൊടുത്തു. മഞ്ഞൾപ്പൊടി നമ്മൾ 1/4 ടീസ്പൂണാണ് ഇട്ടത്. എന്നിട്ട് മൂടി വെച്ച് അടച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് തക്കാളിക്ക അരിഞ്ഞെടുക്കാം. തക്കാളിക്കയുടെ തൊലിയൊക്കെ കളഞ്ഞാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. സവാള ഒക്കെ നമ്മൾ പകുതി വേവാകുമ്പോഴത്തേനാണ് നമ്മൾ തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിക്കയുടെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞെടുക്കുകയാണ്. തക്കാളിക്കൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. തക്കാളിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. അങ്ങനെ തക്കാളിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ നമുക്ക് പാചകത്തിലോട്ടം കടന്നാലോ. ഇനിയൊക്കെ നമുക്ക് അരപ്പൊക്കെ അരച്ചെടുക്കാം. അതിനായിട്ട് അരപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്.
വറുത്ത തേങ്ങയും കാര്യങ്ങളും നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് നമ്മൾ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. അങ്ങനെ അരപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മളെ കറിയൊക്കെ പകുതി സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലൂടെ നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുത്തു. പകുതി ആയപ്പം നമ്മൾ തക്കാളിക്കും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ച് വേവിക്കുകയാണ്. അങ്ങനെ നമ്മൾ അരപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് അരപ്പിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അരപ്പിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചങ്ങ് കൊടുത്തേക്കാണ് കറിയിലോട്ട്. അരപ്പ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനോട് കഴിക്കുന്നതോടെ ഞങ്ങൾ പാലപ്പത്തിനോടെയാണ് കാണിക്കുന്നത്. നമ്മൾ പാലപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. ആ പാലപ്പത്തിനോട് കഴിക്കുന്ന നല്ല ടേസ്റ്റ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.